ഹിന്ദു അനാലിസിസിലേക്ക് എവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വിശകലനം ചെയ്യുന്നു. GS1, GS2, GS3, GS4 മെയിൻ പെർസ്പെക്റ്റീവിൽ GS-ലെ 4 പേപ്പറിൽ നിന്നുമുള്ള ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ എഡിറ്റോറിയൽ വിശദീകരിക്കുന്നു. പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോവുകയാണ്. ഇത്തരത്തിലാണ് നമ്മുടെ പുതിയ പാറ്റേണിലുള്ള ഹിന്ദു അനാലിസിസ് പുരോഗമിക്കുന്നത്. COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് GST ഇളവ് നൽകണം എന്നുള്ളത് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് GST കൗൺസിലിന്റെ മീറ്റിംഗ് നടന്നിരിക്കുന്നത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് GST മീറ്റിംഗ് വിളിച്ചു കൂട്ടണം, സ്റ്റേറ്റിന് കൊടുക്കുവാനുള്ള വിഹിതത്തെ കുറിച്ച് ചർച്ച വേണം. ആ മീറ്റിംഗിലാണ് മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് GST റിലീഫ് ഓൺ COVID-19 എസെൻഷ്യൽസ് ജൂൺ 8 മുമ്പായിട്ട് അതില് മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് അത് ചർച്ച ചെയ്യും. GST എക്സംഷൻ പ്ലാൻ ചെയ്യുന്നു. പലപ്പോഴും COVID-19 മെറ്റീരിയൽസിൽ 1.58 ലക്ഷം രൂപ കോമ്പൻസേഷൻ ഡ്യൂസ് അത് സെന്റർ ഉടൻ തന്നെ റേസ് ചെയ്ത് സ്റ്റേറ്റ്സിന് നൽകുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. GST ഓൺ വാക്സിൻ സിലിണ്ടേഴ്സ് അത് ജസ്റ്റിഫൈഡ് അല്ല എന്നുള്ള വ്യൂ ആണ് സ്റ്റേറ്റ്സ് മുൻപോട്ടേക്ക് വെച്ചത്. കൊൽക്കത്തയില് ഏതാണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 4 ഇരട്ടിയോളം ഡെത്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ഡെത്ത് കേസസ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 1198 ഡെത്താണ് ഈ റെക്കോർഡഡ് ഫിഗർ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ സെക്കൻഡ് വേവിന്റെ സമയത്ത് 8234 കേസസ് ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. 4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. കോവാക്സിൻ ഔട്ട്പുട്ട് സൈക്കിൾ മേ ഹിറ്റ് സെന്റേഴ്സ് ഡെഡ് ലൈൻ. കോവാക്സിൻ നിർമ്മിക്കുന്ന ഭാരത് ബയോടെക് പറഞ്ഞത് കുറഞ്ഞത് 120 ദിവസം എങ്കിലും വേണം ഇത്രയും സപ്ലൈ കൊടുക്കാൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. ഓർഫൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, അതുപോലെ ഭക്ഷണം കിട്ടാതെ വലയുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കാര്യത്തിൽ കോടതി ഇടപെട്ടിരിക്കുകയാണ്. ഫ്ലെമിംഗോസ് അറ്റ് DPS ലേക്ക് ഇൻ നവി മുംബൈ. മൈഗ്രേറ്ററി ബേർഡ്സ് DPS ലേക്കിന് ചുറ്റും കാണുന്നു. അത് ഇൽക്കാക്ക എന്ന വെറ്റ്ലാൻഡിന് സമീപമായിട്ടുള്ള പ്രദേശമാണ്. അത് കൂടുതൽ വിശദമായിട്ട് നോക്കാം. യാസ് ചുഴലിക്കൊടുങ്കാറ്റിൽ വലിയ നാശനഷ്ടം ബംഗാളിൽ ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ റിവ്യൂ മീറ്റിംഗ് മമത സ്കിപ്പ് ചെയ്തു. മമതയുടെ മിനിസ്ട്രിയിലുള്ള 2 മന്ത്രിമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്തൊക്കെയാണ് എങ്കിലും മമതാ ബാനർജി സെപ്പറേറ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്ററെ കാണിക്കുകയും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സെന്റ് സ്റ്റീഫൻസിൽ 18 വയസ്സുള്ള ഒരു കുട്ടി കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു. പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തുറക്കുമ്പോൾ അവർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് കുട്ടികൾക്ക് വാക്സിൻ ലഭിക്കാത്തിടത്തോളം കാലം ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് സേഫ്. അതുകൊണ്ട് തന്നെ 12ാം ക്ലാസ് പരീക്ഷ മാറ്റിവെക്കേണ്ടതിനെ കുറിച്ച് പോലും ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുമ്പോൾ, എൻഷുർ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഫോർ മ്യാൻമാർ റെഫ്യൂജീസ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന ഒരു വാർത്തയാണ്. മ്യാൻമാറിൽ നിന്ന് ധാരാളം ആളുകൾ, ഏതാണ്ട് 16,000-ഓളം ആളുകളാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ടിട്ടാണ്. RBI നിന്നുള്ള ട്രാൻസ്ഫർ അവരുടെ സർപ്ലസ് സെന്ററിന് കിട്ടിയിരിക്കുന്നു. അത് ഏതാണ്ട്
99,122 കോടി രൂപയാണ്. സെക്കൻഡ് വേവ് ഓഫ് COVID-19 പാൻഡമിക്കിന്റെ സമയത്താണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ന് എഡിറ്റോറിയൽ പേജിൽ വിശദമായ ചർച്ച നമ്മളിപ്പോൾ നടത്തുന്നുണ്ട്. ഒപ്പം IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ടോക്കിയോയിൽ നടത്താനിരുന്ന ഒളിമ്പിക്സ് ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ആ ഒളിമ്പിക്സ് നടത്തണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുകയാണ്. അപ്പൊ മറ്റൊരു വിഭാഗം പറയുന്നു ഇപ്പോൾ നടത്തേണ്ട കാര്യമില്ല. കാരണം പോപ്പുലേഷന്റെ 1.9% മാത്രമാണ് വാക്സിനേറ്റഡ്. ഈ വേവില് 7 ലക്ഷം പേര് അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. 12,000 ആളുകൾ മരിക്കുകയും ചെയ്യും. പക്ഷേ ടോക്കിയോ ഒളിമ്പിക്സ് നടത്തണം എന്ന് അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ഇപ്പോൾ തന്നെ ഒരു വർഷം മാറ്റിവെച്ചു. ഇനി ഈ മതി മാറ്റിവെച്ചാൽ ഈ ബജറ്റഡ് എമൗണ്ടിനുള്ളിൽ ഇത് നടത്തുക പ്രയാസകരമായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിൽ പാർട്ടിക്കകത്ത് പിളർപ്പുകളില്ല, ഒരേ അഭിപ്രായമാണ് BJP നേതാക്കൾക്കുള്ളത് എന്ന് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് അത്ര ആവശ്യമുള്ള ഒരു സംഗതിയല്ല. പക്ഷെ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സ്കോപ്പ് ഓഫ് സെക്ഷൻ 304B ഇൻ ഡൗറി ഡെത്ത്സ് വൈഡൻഡ് ബൈ സുപ്രീം കോർട്ട്. നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന ഒരു കാരണമാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ആത്മഹത്യയിൽ 40 മുതൽ 50% വരെ അത് സ്ത്രീധനത്തിന്റെ പേരിലുള്ളതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യയും കൂടുതൽ പഠനം വൈറസ് ഒറിജിനെ കുറിച്ച് വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ അമേരിക്ക ആവശ്യപ്പെട്ടു. തൊട്ടുപുറകെയാണ് ഇന്ത്യയും വൈറസ് ഒറിജിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. $1000 കോടിയുടെ എയ്ഡ് 3 സംസ്ഥാനങ്ങൾക്കായി പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തിരിക്കുന്നു യാസിന്റെ പശ്ചാത്തലത്തിൽ. ഫീച്ചർ പേജസ് ആണ് നമുക്ക് ആവശ്യമില്ല. ജയശങ്കർ യുഎസിലുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ. അദ്ദേഹം പ്രൈവറ്റ് സെക്ടർ ലീഡേഴ്സിനെയും NSAയും ഒക്കെ തന്നെ മീറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ ഗവൺമെന്റിനെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. എക്കണോമിക് റിക്കവറിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. മാത്രമല്ല അടുത്തത് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന ഒരു വാർത്തയാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. ഈ വാർത്ത എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ, ആസ് ഇന്ത്യ വാച്ചസ് കീൻലി, ഈ ഒരു വാർത്തയിലേക്ക് പോവുകയാണ് എങ്കിൽ, ആസ് ഇന്ത്യ വാച്ചസ് കീൻലി ശ്രീലങ്ക 6 FDI ഇൻ പോർട്ട് സിറ്റി. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട് സിറ്റിയിൽ വരികയാണ്. അത് ഫുള്ളി ശ്രീലങ്കൻ പ്രൊജക്ട് എന്ന് കൊളംബോ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യ അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് ഇൻഫ്ലുവൻസ് ശ്രീലങ്കയിൽ കൂടുന്നു. നമ്മളിപ്പോൾ ഇത് അനലൈസ് ചെയ്യാൻ പോകണം. ആ വാർത്ത ഇപ്പോൾ അനലൈസ് ചെയ്യാൻ. 2 പ്രധാനപ്പെട്ട വാർത്തകൾ ഈ പേജിലുണ്ട്. ഒന്ന്, ജർമ്മനി അപ്പോളജൈസ് ഫോർ ജനോസൈഡ് ഇൻ നമീബിയ. അപ്പോ ഈ സ്ലോട്ടർ ഓഫ് ഹെറേരോ ആൻഡ് നമ ട്രൈബ്സ് ഇൻ നമീബിയ, അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഈ ഹെറേരോ ട്രൈബ്സ് അല്ലെ നമ ട്രൈബ്സ് എവിടെയുള്ള ആളുകളാണ്? അത് നമീബിയയിലുള്ള ആളുകളാണ്. 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഈ ഒരു ജനോസൈഡില് ജർമ്മനി ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നമീബിയയിലെ 1.3 മില്യൺ പല ഡെവലപ്മെന്റൽ പ്രൊജക്ട്സിന് വേണ്ടി ജർമ്മനി സ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഫ്രാൻസും റുവാണ്ടൻ ജനോസൈഡിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതില് റുവാണ്ടയില് പ്രത്യേകിച്ചും എത്നിക് ടുട്സീസ് എന്ന് പറയുന്ന എത്നിക് ട്രൈബ്സ് ആണ് കൊല ചെയ്യപ്പെട്ടത്. ആ ട്രൈബിന്റെ പേര് മനസ്സിലാക്കുക, റുവാണ്ടയിലാണ്.
സ്പോർട്സ് പേജ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കിടക്കുന്ന നമ്മളെ സംബന്ധിച്ച് അനാലിസിസ് ആണ് ഇനിയിപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അനാലിസിസ് ആണ്. അപ്പൊ നമ്മൾ അനാലിസിസിലേക്ക് പോകുന്നു. ഓരോ പേജിലെയും വാർത്തകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു. സുപ്രീം കോർട്ട് indicated in a judgment, page 8-ലുള്ളതാണ്. സ്കോപ്പ് ഓഫ് സെക്ഷൻ 304 ഡൗറി ഡെത്സുമായി ബന്ധപ്പെട്ടത് പൊളിറ്റിയുടെ ഒരു വിഷയമാണ്. ജനറൽ സ്റ്റഡീസ് 2-ൽ വരും മെയിൻലി. ഇന്ത്യയിൽ നടക്കുന്ന ആത്മഹത്യകളിൽ 40-50% വരെ 1999 മുതൽ 2018 വരെയുള്ള പീരീഡിൽ നോക്കുമ്പോൾ അതെല്ലാം തന്നെ ഡൗറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ലോങ് സ്റ്റാൻഡിങ് സോഷ്യൽ ഈവിൾ എന്നാണ് ഹിന്ദു വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻസ് എന്താണ്? ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഡൗറി ഹറാസ്മെന്റ് എ പെസ്റ്റിഫറസ് ക്രൈം വേർ വിമൻ ആർ സബ്ജക്റ്റഡ് ടു ക്രുവൽറ്റി ബൈ covetous husbands and in-laws. 2019 മാത്രം 7115 കേസസ് ഉണ്ടായി ഡൗറി ഡെത്ത്. സെക്ഷൻ 304B പ്രകാരമാണ് കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡൗറി ഡെത്ത് ആ സെക്ഷൻ ഓർത്തിരിക്കുക, 304B. അപ്പോ ഇവിടെ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 304B വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങളത് പ്രത്യേകം ഓർത്തിരിക്കണം. ലാംഗ്വേജ് യൂസ്ഡ് ഇൻ സെക്ഷൻ 304B ഹാസ് ഓൾവേസ് flummoxed courts. Courts have often opted for strict and narrow reading of the provision, which was one of the many legal initiatives introduced against dowry. Courts should instead interpret section 304B liberally while keeping in mind the law's intention to punish dowry and bride burning. Bride burning ഡൗറിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആണ് സെക്ഷൻ 304B ഉപയോഗിക്കുന്നത്. ഇത് പ്രകാരം to make out a case of dowry death, a woman should have died of burns or other bodily injuries otherwise than under normal circumstances within 7 years of her marriage. വിവാഹം കഴിച്ച് 7 വർഷത്തിനുള്ളിൽ പൊള്ളലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഇഞ്ചുറീസുമായിട്ടോ ഒരു പെൺകുട്ടി മരിക്കുകയാണെങ്കിലാണ് സെക്ഷൻ 304B ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. She should have suffered cruelty or harassment from her household or in-laws soon after her death. അവരുടെ മരണശേഷം അവർ ഇത്തരത്തിലുള്ള ഹരാസ്മെന്റ് നേരിട്ടിരിക്കും. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് സൂൺ ബിഫോർ ഹെർ ഡെത്ത് എന്നുള്ള ഈ ടേം അതൊരു ആംബിക്കാണ്. അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് മാറ്റി ഇമ്മീഡിയറ്റ്ലി ബിഫോർ എന്നാക്കിയിട്ട് സൂൺ ബിഫോർ എന്ന് പറയുന്നത് ഇത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു ടേം ആയതുകൊണ്ടാണ് ആ ടേം മാറ്റി ഇമ്മീഡിയറ്റ്ലി ബിഫോർ എന്നുള്ള ഒരു ടേം വെച്ചിരിക്കുന്നത്. അപ്പൊ നിയമജ്ഞർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ഈ കേസ് വളരെ എളുപ്പത്തിൽ. Interpretation would make it necessary for a woman to have been harassed moments before she died. Such absurd interpretation should be avoided. Instead, the prosecution needed to show only a proximate and live link between harassment and death. അപ്പോൾ ഈ ഒരു ഹരാസ്മെന്റ് ഡെത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. It is safe to deduce that legislature used the word soon before. They did not mean immediately before. They left its determination in the hands of court. അപ്പോൾ നിയമനിർമ്മാണ സഭകൾ ചെയ്ത ഒരു കാര്യം സൂൺ ബിഫോർ എന്ന് പറഞ്ഞപ്പോ അത് ഇമ്മീഡിയറ്റ്ലി ബിഫോർ എന്നുള്ളത് ആയിരിക്കണമെന്നില്ല. അത് നിയമജ്ഞരുടെ വിചിന്തനത്തിനാണ് ഈ നിയമനിർമ്മാതാക്കൾ വിട്ടത്. അപ്പൊ അതില് ഒരു ക്ലാരിറ്റി വന്നു. സൂൺ ബിഫോർ എന്നുള്ളത് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. No phrase otherwise than under normal circumstances in the section also calls for liberal interpretation. The reason for such non-categorization is
due to the fact that death occurring to other than under normal circumstances can, in cases, be homicidal or suicidal or accidental. അപ്പൊ ഈ ഡൗറി കേസസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, എന്ത് കൺസേൺ ആണ് ഉണ്ടാക്കുന്നത്? ഇപ്പോ പലപ്പോഴും ഈ പ്രതികള് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വാധീനവും മറ്റുമൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടുന്ന രീതി കാണാറുണ്ട്. ഡൗറിയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള നിയമങ്ങൾ: ഡൗറി ഇസ് ദ മണി, ഗുഡ്സ് ഓർ എസ്റ്റേറ്റ് ദാറ്റ് എ വുമൺ ബ്രിങ്സ് ടു എ മാരേജ്. ഡൗറി ഇസ് ഇല്ലീഗൽ ഇൻ ഇന്ത്യ അണ്ടർ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961. ഇത് പ്രകാരം ഡൗറി വാങ്ങുന്നത് കുറ്റകരമാണ്. പണിഷ്മെന്റ് എന്ന് പറയുന്ന 5 വർഷത്തെ ജയിൽ ശിക്ഷയും 15,000 രൂപയാണ്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. ഈ ആക്ട് പേയ്മെന്റോ റിക്വസ്റ്റോ ആക്സെപ്റ്റൻസോ മാരേജിന് വേണ്ടി വാങ്ങുന്നതിനെ അനുവദിക്കുന്നില്ല. ഡൗറി എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഡിമാൻഡ് ഓർ പ്രീ കണ്ടീഷൻ ഫോർ എ മാരേജ്. വിവാഹം കഴിക്കാനുള്ള ഒരു പ്രീ കണ്ടീഷൻ, അതിനെ നമുക്ക് ഡൗറി എന്ന് വിളിക്കും. Gifts given without a precondition are not considered dowry and are legal. Asking for a giving of dowry can be punished by an imprisonment of up to 6 months, a fine up to 15,000, or the amount of dowry. ഏതാണോ ഹയർ അതാണ് വരിക. 5 വർഷം. അപ്പൊ അങ്ങനെ ഒരു കേസ് കൂടി ഉണ്ട് കേട്ടോ. പ്രിലിമിനൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഇടായത് ഒന്നുകിൽ 15,000 രൂപ അല്ലെങ്കിൽ ഡൗറി കൊടുത്ത എമൗണ്ട്. ഇതാണ് പണിഷ്മെന്റ് ആയിട്ട് വരുന്നത്. ഏതാണോ ഹയർ. അപ്പൊ ഡൗറി 1 കോടി രൂപ കൊടുത്താൽ 15,000 അല്ല ഫൈൻ വരുന്നത്, ആ 1 കോടിയാണ് ഫൈൻ. ഡൗറി ആൻഡ് ഇന്ത്യൻ പീനൽ കോഡ്. Apart from the Dowry Prohibition Act 1961, the menace of dowry has been covered in 3 sections of Indian Penal Code. Section 406, recovery of the Sridhan. Section 300B, dowry deathസുമായിട്ട് ബന്ധപ്പെട്ടത്. Section 498A, cruelty on the basis of demand of dowry. ഇതൊക്കെയാണ് നിയമങ്ങൾ ഇപ്പോൾ ഉള്ളത്. പുതിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പേജ് 9 ഉണ്ടായിരുന്നത് ചിൽഡ്രൻ അണ്ടർ മിഡ് ഡേ മീൽ സ്കീം ടു ഗെറ്റ് എയ്ഡ് എന്നുള്ളതാണ്. നമുക്കറിയാം, സ്കൂളുകൾ അടച്ചതോടുകൂടി മിഡ് ഡേ മീൽ പല കുട്ടികൾക്കും ലഭ്യമല്ലാതെ വന്നു. അപ്പോ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് 100 രൂപ വെച്ച് ധനസഹായം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 100 രൂപ എന്താന്ന് ചോദിച്ചാൽ കുക്കിംഗ് കോമ്പോണന്റ് ആണ്. അതായത് സെൻട്രൽ ലൊക്കേഷൻ മിഡ് ഡേ മീൽ സ്കീമിലേക്ക് വേണ്ടി 11,500 കോടി രൂപയാണ്. അതിൽ 1,200 രൂപ അഡീഷണൽ സ്റ്റേറ്റ്സിനും UTസിനും കൊടുത്തിട്ടുണ്ട്. അതിൽ കുക്കിംഗ് കോസ്റ്റ് ആയിട്ട് 4.97 രൂപ, ഏകദേശം 5 രൂപയാണ് ക്ലാസ് 1 മുതൽ 5 വരെയുള്ളത്. അപ്പൊ കുക്കിംഗ് കോസ്റ്റ് ഒരു മാസം 150 രൂപയോളം വരും. 7.45 ആണ് 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 60% കോസ്റ്റ് സെൻട്രാ വഹിക്കുന്നത്. ആ പൈസയാണ് ഇപ്പൊ 100 രൂപയായിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അത് അവർക്ക് വളരെയധികം സഹായകരമായിരിക്കും. അവർക്ക് അതൊരു ന്യൂട്രീഷണൽ മീല് ലഭിക്കുന്നതിന് സഹായകരമായിരിക്കും. 200ഓളം സ്കൂൾ ഡേയ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആനുവലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 900 മുതൽ 1,300 രൂപ വരെയാണ് കുക്കിംഗ് കോസ്റ്റ് കോമ്പോണന്റ് ആയിട്ട് വരുന്നത്. അത് അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഈ പാൻഡമിക്കിന് ശേഷം സ്കൂളുകളിലെ എൻറോൾമെന്റിനെ കുറിച്ച് സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി ഇനി അവർ വരില്ല എന്നൊക്കെ പറയും. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ സ്കൂളിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ മിഡ് ഡേ മീൽ സ്കീമാണ്. അവർ പട്ടിണിയില്ലാതെ ഇരിക്കുന്നു. അതുമാത്രമല്ല, അവർക്ക് അത് ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ ഉള്ള ഭക്ഷണമാണ് അവർക്ക് ലഭിക്കുന്നത്. ഈ സ്കീം ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും മദ്രാസസിലും ഒക്കെ, മദ്രാസ സമഗ്ര ശിക്ഷാഭിയാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മദ്രാസസിലും ഒക്കെയുള്ള ആളുകൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഹിന്ദു ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. അഗ്മാർക്ക് ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇതിനു വേണ്ടി എടുക്കുക. പേജ് 8 നാരദ കേസ്, ഹൈക്കോടതി ജഡ്ജ് റേസസ് ഒബ്ജെക്ഷൻ. ജനറൽ സ്റ്റഡീസ് 2 വരുന്നതാണ്. പൊളിറ്റി ആൻഡ് ഗവേണൻസ്. എക്സ്പ്രസിംഗ് ഒബ്ജെക്ഷൻസ് ടു ദ മാനർ ഇൻ വിച്ച് the transfer plea of the
Central Bureau of Investigation in the Narada case was listed before the divisional bench as a writ petition. A sitting judge of the Calcutta High Court has written a letter to the acting Chief Justices and other judges of the High Court, lamenting that our conduct is unbecoming of the majesty the High Court commands. Appellate side rules of the High Court. The appellate side rules of the High Court, which govern the procedure of listing in such matters, require that motion seeking transfer either on civil or criminal side had to be heard by a single judge. അപ്പോ ഈ ഒരു കേസിൽ, നാരദ കേസിൽ വെസ്റ്റ് ബംഗാളിലെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉൾപ്പെട്ട കേസാണ്. ഇപ്പോ അതിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇറ്റ് കുഡ് നോട്ട് ആൻഡ് വാസ് നോട്ട് ട്രീറ്റഡ് ആസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. റിട്ട് പെറ്റീഷനിൽ അതൊരു സിംഗിൾ ജഡ്ജിലേക്ക് ഡിറ്റർമിനേഷനിലേക്ക് പോവരുത്, ആർട്ടിക്കിൾ 228 പ്രകാരം. ഇപ്പൊ ജഡ്ജ് പറഞ്ഞ റിസർവേഷൻ ഒരു 5 ജഡ്ജസ് എങ്കിലും വേണം ഈ കേസ് കേൾക്കാൻ എന്നുള്ളതാണ്. മെയ് 17 4 TMC ലീഡേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന CBI ബെയില് ഗ്രാൻഡ് ചെയ്തു. അപ്പോ CBI ഹൈക്കോടതിയോട് പറഞ്ഞത്, ജഡ്ജസ് ടു ട്രാൻസ്ഫർ ദ ട്രയൽ ഫ്രം എ സ്പെഷ്യൽ CBI കോർട്ട് ടു the High Court, declare the proceedings in an agency on May 17. CBI പറഞ്ഞത് CBI കോർട്ട് ഇവർക്ക് ബെയില് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം, കോർട്ട് അവേഴ്സിന് ശേഷം മാറ്റർ കേൾക്കുകയും ബെയിൽ ഗ്രാൻഡഡ് ബൈ സ്പെഷ്യൽ കോർട്ട് അത് സ്റ്റേ ചെയ്യുകയും ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പൊ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം ഇന്ത്യൻ പൊളിറ്റിക്സ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അഴിമതിരഹിതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് ആവശ്യമാണ്. മ്യാൻമാറിലെ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ, നമ്മൾ ആ മ്യാൻമാറുമായിട്ട് ബോർഡർ ഉള്ള സ്റ്റേറ്റുകൾ കാണുന്നുണ്ട്. മിസോറാം ഉണ്ട്, മണിപ്പൂരുണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്. അപ്പൊ ഈ സംസ്ഥാനങ്ങളൊക്കെ ബോർഡർ ഉണ്ട്. അപ്പൊ പലപ്പോഴും സിറ്റിസൺസ് ഈ അഭയാർത്ഥികളായിട്ട് വരുന്ന മ്യാൻമാറിൽ നിന്നുള്ള ആളുകളോട് പൊതുവെ അനുഭാവപൂർണമായ ഒരു നടപടിക്രമമാണ്. കാരണം അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെമോഗ്രഫിക് കൾച്ചറൽ ലിങ്ക്സ് ഉണ്ട് ഈ ആളുകൾ തമ്മിൽ. അപ്പൊ NGOs മറ്റുമൊക്കെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും മെഡിസിൻ കൊടുക്കുകയും ക്ലോത്ത് കൊടുക്കുകയും ബോർഡർ വില്ലേജസിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യ എല്ലാ എൻട്രി പോയിന്റ്സും ക്ലോസ് ചെയ്തു. 1000 പേപ്പറെങ്കിലും അഡ്ജോയിനിങ് ചിൻ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മിസോറാം ക്രോസ് ചെയ്തു, മിലിറ്ററി ക്രാക്ക്ഡൗൺ പേടിച്ച്. കൂടുതൽ ആളുകളും മറ്റു ജില്ലകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് ക്രോസ് ചെയ്യുന്ന ടിയാവു റിവറാണ്. അത് മിസോറാമിൽ നിന്നും ഏതാണ്ട് 510 കിലോമീറ്റർ മ്യാൻമാറുമായിട്ട് ബോർഡർ ഉണ്ട്. ഈ മിസോറാം ഗവൺമെന്റ് ഈ ചിൻസിനെ കൊണ്ടുവരുന്നതിനോട് അനുകൂലിക്കുകയാണ്. കാര്യം ഈ മിസോസുമായിട്ട് അവർക്കൊരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു എത്തനിക് ലിങ്ക് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറഞ്ഞൊരു കാര്യം, ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നേറ്ററി. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 1951 UN കൺവെൻഷൻ റിലേറ്റിംഗ് ടു സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് ആൻഡ് പ്രോട്ടോകോൾ 1967 പ്രോട്ടോകോൾ, ഇതിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല. ഫ്രീ മൂവ്മെന്റ് ഉണ്ട് ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ. ഫ്രീ മൂവ്മെന്റ് റെജീം ഉള്ളത് കൊണ്ട് തന്നെ ഹിൽ ട്രൈബ്സിന് ഇന്ത്യയിലെ സിറ്റിസൺ ആവാം, മ്യാൻമാറിലെ സിറ്റിസൺ ആവാം. 16 കിലോമീറ്ററിനകത്തുള്ള 2 സൈഡിലെ ഏരിയാസിലോട്ട് അവർക്ക് ബോർഡർ ക്രോസ് ചെയ്യാം, ബോർഡർ പാസ് വെച്ച്. അതിന് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. മാത്രമല്ല 2 ആഴ്ചയോളം അവർക്ക് അവിടെ താമസിക്കാനും സാധിക്കും.
അടുത്ത വാർത്ത, ആസ് ഇന്ത്യ വാച്ചസ് കീൻലി ശ്രീലങ്ക സീക്സ് FDI ഇൻ പോർട്ട് സിറ്റി. ജനറൽ സ്റ്റഡീസ് 2 ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സഹായം തേടി ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു ശ്രീലങ്ക. പക്ഷെ ആ ശ്രീലങ്കയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചൈനീസ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ചൈനയുടെ ഒരു ഡെപ്റ്റ് ട്രാപ്ഡ് ഡിപ്ലോമസി അത് ശ്രീലങ്കയിലും വരികയാണ്. ശ്രീലങ്ക സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം നേരിടുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് 200 കോടി മില്യൺ 200 മില്യന്റെ ഒരു കറൻസി സ്വാപ്പിംഗ് വഴി അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മള് മിനിയാന്നത്തെ ഹിന്ദു അനാലിസിസ് വായിച്ചപ്പോൾ പഠിച്ചിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് ഒക്കെ ഈ ചൈന ബാക്ക്ഡ് പോർട്ട് സിറ്റി വരുമ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഹബ്ബായിട്ടാണ് വരുന്നത്. 83,000 ജോലി കൊണ്ടുവരും, 15 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻസ് വിത്തിൻ ശ്രീലങ്ക, ഇൻക്ലൂഡിംഗ് ഫ്രം ദ പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ, ട്രേഡ് യൂണിയൻസ് ആൻഡ് ദ ഇൻഫ്ലുവൻഷ്യൽ ബുദ്ധിസ്റ്റ് ക്ലർജി see it as a threat to Srilanka's sovereignty. അവരുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ ശ്രീലങ്കയിൽ തന്നെ ഒരു പരിധി വരെ ആളുകൾ കാണുന്നത്. അപ്പോൾ ശ്രീലങ്ക യുടെ ഒരു പോളിസിയിൽ നോൺ അലൈൻഡ് ഫോറിൻ പോളിസി എന്ന് അവർ പറയുന്നുണ്ട് എങ്കിലും അവിടെ ചൈന സെൻട്രിക് പോളിസീസ് ആണ് കൂടുതൽ വരുന്നത്. മാത്രമല്ല ഈ ഇത്തരം ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ അടുത്ത് വരെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻഷ്യൽ പ്ലേസസ് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നസങ്കീർണമായിരിക്കുന്നത്. ചൈന ഹാർബർ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്കാണ് പ്രൊജക്ട് ലഭിക്കുന്നത്. കൊളംബോ പോർട്ട് സിറ്റി അത് ചൈന ഫണ്ടഡ് ഫ്രീ എൻക്ലേവ് ആണ്. അപ്പൊ ചൈനയുടെ സ്വാധീനം പലയിടത്തും വരുന്നതിൽ ഇന്ത്യ അസ്വസ്ഥരാണ്. കൊളംബോ ടെർമിനൽ പ്രൊജക്ട് വരും. അത് അവര് എഗ്രിമെന്റ്, ഇന്ത്യയും ജപ്പാനുമായിട്ടുള്ള എഗ്രിമെന്റിൽ നിന്ന് അവര് റിവോക്ക് ചെയ്തു. കൊളംബോ ടെർമിനൽ, ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ കൊളംബോ പോർട്ടിൽ വന്നു. അപ്പൊ ഇന്ത്യ, ശ്രീലങ്ക, ജപ്പാൻ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു, അത് സ്ക്രാപ്പ് ചെയ്തു. അവസാനം ഇപ്പം വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിൽ നമുക്കത് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പൊ ECT is located 3 kilometers away from the China-backed international financial city known as Port City, currently being built in Colombo. Chinese company was behind the controversial 2018 Hambantota project, signed its first contract in the port city last month. It is also on the map of China's Belt Road Initiative. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ച് നീങ്ങുന്നത്. മാത്രമല്ല, ഇന്ത്യ, ശ്രീലങ്ക approved another proposal to develop a west terminal of the Colombo port with Japan and India. ഈസ്റ്റ് ടെർമിനൽ ആണ് സ്ക്രാപ്പ് ചെയ്തത്. വെസ്റ്റ് ടെർമിനൽ ഇപ്പൊ സപ്പോർട്ട് നമ്മളോട് ചേർന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ടാക്സ് റിലീഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. എക്കണോമി റിലേറ്റഡ് ആണ്. എക്കണോമി എപ്പോഴും നിങ്ങൾക്കറിയാം GS3 മെയിനിന് വരുന്നത് മുഴുവൻ കറണ്ട് എക്കോണമിയാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ അവര് failed to agree on immediate tax breaks for critical pandemic relief supplies എന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. മിനിസ്റ്റീരിയൽ ഗ്രൂപ്പിന്റെ തീരുമാനത്തിന് വിട്ടേക്കാണ്. ഇൻക്ലൂഡിംഗ് COVID-19 vaccines and constituted a group of ministers to recommend individual items tax rates June 8 പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ കോവിഡുമായി ബന്ധപ്പെട്ട പല സംഗതികൾക്കും GST കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ വിലയിലും വലിയ വ്യത്യാസം വരും. കസ്റ്റമർ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ GST റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് സാനിറ്റൈസർ 18%, സോപ്പ് 18%, സർജിക്കൽ റബ്ബർ ഗ്ലൗസ് 12%, ഡിസ്ഇൻഫെക്റ്റന്റ് 18%, തെർമോമീറ്റർ 18%. അപ്പൊ ഇതിൽ പലതിലും റേറ്റ് കുറയ്ക്കുവാനുള്ളതാണ് ചർച്ച വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് കോമ്പൻസേഷനെ കുറിച്ചും ഇന്നലെ നടന്ന ആ സ്പെഷ്യൽ GST മീറ്റിംഗിൽ ചർച്ച ചെയ്തു. How long the compensations as levied under the GST regime needs to be extended beyond its current sunset date of July 2022. Same formula for this year's estimated shortfall in compensations as collections to meet states' dues. The center will raise 1.58 lakh crore to recompensate states via back-to-back loans like it was done last year.
The same formula adapted last year will be used this year. A rough estimate is that the center will have to borrow 1.58 lakh crore and lend it to states on a back-to-back basis. അപ്പോൾ സ്റ്റേറ്റിന് അലോട്ട് ചെയ്ത പണം എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കണം. സ്റ്റേറ്റിന്റെ കോമ്പൻസേഷൻ അത് അവർ ആവശ്യപ്പെടുന്നുണ്ട്, സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേവർ ഓൺ GST അത് പലരും ആവശ്യപ്പെട്ടു. കോവിഡ് വാക്സിൻസിനും മറ്റും GST ഒഴിവാക്കി കൊടുക്കുക. GST വേവർ പലയിടത്തും ഉണ്ട്. പല പ്രൊഡക്ട്സിനും ഇപ്പൊ GST ഇല്ലാത്ത ധാരാളം പ്രൊഡക്ട്സ്. ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ GST ഉള്ള പ്രൊഡക്റ്റ് ഏതാണ്, ഇല്ലാത്ത പ്രൊഡക്റ്റ് ഏതാണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബ്ലാക്ക് ഫംഗസ്, എ പർട്ടിക്കുലർ മെഡിസിൻ റിക്വയർഡ് ഫോർ ഇറ്റ്, amphotericin B, has also been included in the exemption list. ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഓർഡർ വന്ന് അവർ പറഞ്ഞു 12% കോൺസെൻട്രേറ്റേഴ്സിന്റെ ഒക്കെ കുറയ്ക്കണം പേഴ്സണൽ യൂസിനുള്ളത്. പലപ്പോഴും അത് 28%. അപ്പൊ 28% എന്നുള്ളത് കുറയ്ക്കുക, അത് വളരെ കൂടുതലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു. ഡിസപ്പോയിന്റ്മെന്റ് ഇൻ ഇൻഡസ്ട്രി, ഈ ഔട്ട്കമ്മിലെല്ലാം അവര് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഒരു അനൗൺസ്മെന്റും ഇല്ല GST റിഡക്ഷനെ കുറിച്ച് കോവിഡ് കാലഘട്ടത്തിലും എല്ലാം തന്നെ. അപ്പൊ ഇൻഡസ്ട്രിക്ക് പിടിച്ചു നിൽക്കാനും പ്രയാസമാണ്. യാസ് 1000 കോടി രൂപ PM അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇത് GS3-യിലുള്ള ഒരു ടോപ്പിക്കാണ്, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ഇന്നലെ വളരെ മികച്ച ഒരു അനാലിസിസ് നമുക്ക് ഇന്നലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ കണ്ടു ഇന്നലെ. അപ്പോൾ ആ എക്സാമ്പിളൊക്കെ കണ്ട് നമ്മൾ ചർച്ച ചെയ്താണ്. ഇന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. 1000 കോടി രൂപ അസിസ്റ്റൻസ് വെസ്റ്റ് ബംഗാളിനും ജാർഖണ്ഡിനുമായിട്ട് മാറ്റിവെച്ചു. 500 കോടി രൂപ ഇമ്മീഡിയറ്റ്ലി ഒറീസയ്ക്ക് കൊടുക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം. സോ 13th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത്. സെന്റർ 75%, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. UTസിലും അത് 90% വരെ ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ഫണ്ടിൽ നിന്ന് റിലീഫ് കിട്ടും. സെൻട്രലിന്റെ കോൺട്രിബ്യൂഷൻ 2 ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കും റിലീസ് ചെയ്യുക. ഏതൊക്കെ ഡിസാസ്റ്റർ ആണ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളത്? സൈക്ലോൺ, ഡ്രോട്ട്, എർത്തിക്വിക്ക്, ഫയർ, ഫ്ലഡ്, സുനാമി, ഹെയിൽസ്റ്റോം, ലാൻഡ്സ്ലൈഡ്, അവലാഞ്ച്, ക്ലൗഡ് ബേഴ്സ്റ്റ്, പെസ്റ്റ് അറ്റാക്ക്, ഫ്രോസ്റ്റ് ആൻഡ് കോൾഡ് വേവ്സ്. ഇത്ര എണ്ണമാണ് ഉള്ളത്. എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നു. ടൈംലി വിൻഫോൾ എന്നുള്ളതാണ് എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. റിസർവ് ബാങ്കിന്റെ തീരുമാനം 99,122 കോടി രൂപ ഗവൺമെന്റിന് കൊടുക്കുവാനുള്ള ഒരു തീരുമാനം പാൻഡമിക്കിന്റെ 2ാം ഘട്ടത്തെ നേരിടുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനപ്രദമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജനറേറ്റഡ് എ സർപ്ലസ്. ദ പേ ഔട്ട് ഈസ് ഓൾമോസ്റ്റ് ഡബിൾ ദ 53,511 crore that finance minister had budgeted for by way of dividend receipts. ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റിൽ പറഞ്ഞ ഏകദേശം 53,511 കോടി രൂപ കിട്ടുന്നതാണ്. പക്ഷെ അതിന്റെ ഇരട്ടിയോളമാണ് സർപ്ലസ് RBI ട്രാൻസ്ഫർ ചെയ്ത്. അപ്പൊ RBI ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യം എന്താണ്? പ്രീവിയസ് 12 months പീരീഡിനെ അപേക്ഷിച്ച് അവർക്ക് 70% സർപ്ലസ് വന്നു. ഇത് വളരെ നോട്ടുവർത്തിയാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ RBI ഇതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്, ഇത്രയും ഫണ്ട് അഡീഷണൽ വരാനുള്ള കാരണം എക്സ്പെൻസസ് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് മാറ്റത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് ഫിനാൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്കണോമിക് ഡിസ്റപ്ഷനും ഓൺഗോയിങ് പാൻഡമിക്കിലെ കോസ്റ്റുകളും എക്കണോമിയിലും എല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. സെൻട്രൽ ഗവൺമെന്റും ഒരു ഹാബിറ്റ് തന്നെയാക്കി ഇത് മാറ്റണം. ഗവൺമെന്റിന്റെ ഓഫീസിൽ മറ്റും 2 വർഷത്തിന് മുമ്പ് RBI ഏതാണ്ട് 1.7 ലക്ഷം കോടി രൂപ എക്സ്ചെക്കറിന് കൈമാറിയിരുന്നു. റിസർവ് ബാങ്ക് എൻഷുർ ചെയ്യുന്നത് റിസർവ്സ് 5.5%
ഓവറോൾ സൈസ് ഓഫ് ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് അവർക്ക് ആ റിസർവ്സ് വെക്കാം എന്നുള്ളതാണ്. എന്താണെങ്കിലും ഗവൺമെന്റിന് ഈ പണം ലഭിച്ചിരിക്കുന്നത് അവർക്ക് കോവിഡിന്റെ 2ാം ഘട്ടത്തെ നേരിടുന്നതിനും വളരെയധികം ഗവൺമെന്റിനെ സഹായിക്കും. പിന്നെയുള്ള എഡിറ്റോറിയൽ നമ്മുടെ ഈ ഒളിമ്പിക്സ് നടത്തണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ മെയിൻ പെർസ്പെക്റ്റീവിലുള്ള കുറെ പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഒപ്പം വാർത്തകളുടെ വൈവിധ്യമാർന്ന അനാലിസിസും കണ്ടു. ഇനി ചില ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. വിത്ത് റെഫറൻസ് ടു മിഡ് ഡേ മീൽ സ്കീം consider the following statement. It covers children of all classes 1 to 8 studying government aided schools, special training centers, madrasas, maktabs supported under Sarva Shiksha Abhiyan. The midday meal scheme is covered by National Food Security Act 2013. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സമഗ്ര ശിക്ഷാഭിയാനിലാണ് വരിക. രണ്ടാമത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു 43rd GST കൗൺസിൽ മീറ്റിംഗ് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. ഈ GST കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുകൂടി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച എന്തൊക്കെ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലുള്ളത്. A number of specified COVID-19 related goods such as medical oxygen have been recommended for full exemption of IGST. Amphotericin B അത് ഫുൾ എക്സംഷൻ IGST റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റെക്കമെൻഡേഷൻ അങ്ങനെയാണ് പോയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ദിസ് ലെജിസ്ലേഷൻ prohibits the request, payment or acceptance of dowry as consideration for marriage. കല്യാണത്തിന് സ്ത്രീധനം വാങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട്. Here dowry is defined as a gift demanded or given as a precondition for marriage. Dowry ഒരു വിവാഹത്തിന് മുമ്പുള്ള ഒരു പ്രീ കണ്ടീഷൻ ആയിട്ട് വന്നാലും അത് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ വരുമോ എന്നുള്ളതാണ്. ശരിയാണ്. ഉത്തരം സി ആണ്. രണ്ടും ശരിയാണ്. ഫ്രീ മൂവ്മെന്റ് റെജീം എക്സിസ്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമാർ. ഇങ്ങോട്ടും 16 കിലോമീറ്റർ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ്. യാ സൈക്ലോൺ മേഡ് എ ലാൻഡ് ഫോൾ അലോങ് വിച്ച് കോസ്റ്റ്. എവിടെയാണ് അത് ഒരു ലാൻഡ് ഫോൾ നടത്തിയത്? അത് സി ആണ്. ഉത്തരം ഒറീസ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അനാലിസിസിലും നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഏരിയാസും കവർ ചെയ്തു. മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് കണ്ടു, എഡിറ്റോറിയലിൽ കണ്ടു, ഒപ്പം പ്രിലിം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കണ്ടു. ഈ ഒരു പ്രിപ്പറേഷൻ, ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് പത്രം ചെറിയ സമയത്തിനുള്ളിൽ വായിച്ചു തീർക്കാൻ സഹായിക്കും. മാത്രമല്ല ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകൾ.